ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിൽ കനത്ത മഴയും മലവെള്ളപ്പാച്ചിലും ഉണ്ടായി. കനത്ത മഴയെ തുടർന്ന് പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. അട്ടമല റോഡ് മുങ്ങി. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്ത് ചെറിയ മണ്ണിടിച്ചിലുണ്ടായെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. അതേസമയം ബെയിലി പാലം കടന്ന് അപ്പുറം പോകണമെന്ന് ആവശ്യപ്പെട്ട് ചൂരൽമലയിൽ നാട്ടുകാരുടെ പ്രതിഷേധം നടന്നു. പാലം കടക്കാൻ ശ്രമിച്ച നാട്ടുകാരെ പോലീസ് തടഞ്ഞു. പോലീസും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. റവന്യൂ വകുപ്പിനെതിരെയും നാട്ടുകാരുടെ പ്രതിഷേധം നടന്നു. പ്രദേശത്ത് അപകട സാധ്യത ഉണ്ടായിട്ടും ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കുന്നില്ല. ദുരന്തത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച തുക കിട്ടിയില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഒരു വാടകയ്ക്ക് പോയാൽ വാടക പൈസ ഇല്ല. ഞങ്ങൾ എങ്ങനെ ജീവിക്കൂ? അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് കുടുങ്ങിയതാണ്. വെള്ളം മൊത്തത്തിൽ വെള്ളമാണ്. ഞാൻ ഇങ്ങോട്ട് വണ്ടി കൊണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ആക്കി വിട്ടതാണ്. ഞങ്ങൾക്ക് സേഫ്റ്റി അനുസരിച്ച് പൊട്ടുവോ അവർക്ക് അറിയില്ല. അത് പൊട്ടുന്ന അവർക്ക് അറിയില്ലേ. സുരക്ഷിത മേഖലയാണ്. ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല. അമ്പലത്തൊക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞത്. സർക്കാരിന്റെ 10,000 രൂപ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിന് താഴം പണിക്ക് വരുന്നത്. മത്തായിയുടെ കുറ്റിയടിച്ച സേഫായ ഭാഗം അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ എന്തിനാ തടയുന്നത്? എന്നാൽ മത്തായിയോട് വന്നിട്ട് ആ സേഫ് ഭാഗം മാറ്റി കുറ്റിയടിക്കാൻ പറ. നാട്ടിൽ പോണ്ടേ? അതായത് സർക്കാരിന്റെ ഉദ്യോഗസ്ഥനായ ജോൺ മത്തായി വന്നിട്ട് കുറ്റി അടിച്ചിട്ട് ഇതിന്റെ അപ്പുറത്തേക്ക് വാസയോഗ്യാണ്, നിങ്ങൾ അവിടെ താമസിക്കണം എന്ന് പറഞ്ഞാണ് പോകുന്നത്. അതിനെന്താണ് ഇവർ തടയുന്നത്? കൂറുകളായിട്ട് ആളുകൾ ഈ പ്രതിഷേധിച്ച് നിൽക്കുക. ഇത്രയും സമയമായിട്ട് റവന്യൂ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനും കൂടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ സാധുക്കൾ നീലിക്കാപ്പിലും പിന്നെ മാട്ടക്കുന്നിലും ജീവിക്കുന്ന ആളുകളാണ് മുണ്ടക്കൈയിലേക്ക് പണിക്ക് പോയിട്ടുള്ളത്. ഇവർക്കാണ് 9,000 രൂപ കൊടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. കാരണം തൊഴിലില്ലാത്ത ആളുകൾക്ക് അവർക്ക് ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ടാണ് അവർ പോയത്. ഇന്ന് ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുക. ഈ മനുഷ്യർക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ സർക്കാർ ഉത്തരം പറയുമോ? ഈ സമയം വരെ തഹസിൽദാറോ കളക്ടറോ ഉത്തരവാദിത്തപ്പെട്ട ഒരാളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഈ ഇവിടുത്തെ മനുഷ്യർക്ക് ഒരു വിലയില്ല എന്നുള്ളതാണ് ഇതിന് മനസ്സിലാകുന്നത്. ഇവിടെ ഉദ്യോഗസ്ഥർ വന്നാൽ ഇതിന് തീരുമാനം ഉണ്ടാക്കിയിട്ടേ അവരിന്ന് ഇവിടുന്ന് പോവുള്ളൂ. കാരണം ചൂരൽമലയിൽ നിന്നും ആഷിഖ് റഹ്മാൻ ചേരുകയാണ്. ആഷിഖ്, ആദ്യം തന്നെ വയനാട്ടിൽ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ്? അവിടെ മഴ ശമിച്ച സാഹചര്യമാണോ? ഇപ്പോഴും ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് നല്ല മഴയുണ്ട്. അപ്പോൾ പുന്നപ്പുഴയിലെ ഒഴുക്കൊക്കെ ഏത് ഘട്ടത്തിലാണ്? എങ്ങനെയാണ് അതുള്ളത്? രണ്ടാമത്തെ കാര്യം അവരുടെ പ്രതിഷേധമായിരുന്നു. ഒരു മുന്നറിയിപ്പ് പോലും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തോ ഒന്നോ കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്നോ ഒന്നും ഉണ്ടായതായി അവർക്ക് അറിവില്ല. അവർ വലിയ പ്രതിഷേധത്തിലേക്ക് പോയി. അവർക്ക് പറയാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ടായിരുന്നു. അധികാരികളുമായി ചർച്ച നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ കൂടി. സംഗീത, നിലവിൽ ശക്തമായ മഴ വീണ്ടും ചൂരൽമല പ്രദേശത്ത് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇടവിട്ട് ശക്തമായ മഴയാണ് പ്രദേശത്ത് പെയ്യുന്നത്. അതുപോലെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. വീണ്ടും നീരൊഴുക്ക് ശക്തമായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ നേരത്തെ ഉണ്ടായ പോലൊരു സാഹചര്യം നിലവിലില്ല. നേരത്തെ രാവിലെ ഉണ്ടായ സാഹചര്യം ഈ മുണ്ടക്കൈ അട്ടമല റോഡ് പൂർണ്ണമായി മുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. പക്ഷേ നിലവിൽ അത്തരത്തിലൊരു സാഹചര്യം ഇല്ലെങ്കിൽ പോലും ശക്തമായ മഴ ഈ ഒരു പ്രദേശത്ത് പെയ്യുന്നുണ്ട്. അത് പ്രദേശവാസികളെ വലിയ ആശങ്കയിലുമാക്കുന്നുണ്ട്. നേരത്തെ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. അത് രാവിലെ കൂടി തുറന്നതോടെയാണ് ഈ ഒരു വെള്ളം കയറുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. ഇതാണ് പ്രദേശവാസികളെ ആശങ്കയിലാകുന്നത്. കാരണം മഴക്കാലം തുടങ്ങിയിട്ടില്ല. മഴക്കാലം തുടങ്ങുന്ന സമയത്ത് ഇത്തരത്തിലാണ് മഴയെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ശക്തമായ മഴ തുടർച്ചയായി മഴ പെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ വീണ്ടും ഒരു ചൂരൽമല ടൗണിലേക്കും അതുപോലെ തന്നെ കൂടുതൽ പ്രദേശങ്ങളിലേക്കും ഈ മഴ വെള്ളം കയറാനുള്ള ഒരു സാധ്യതയാണ് അവർ കാണുന്നത്. വലിയൊരു ആശങ്കയുണ്ടായിരുന്നത് ഉരുൾപൊട്ടി എന്നൊരു വാർത്ത വലിയ രീതിയിൽ പറഞ്ഞതാണ്. അത് പ്രധാനമായും ഈ ഒരു പുഴ വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി ഇരുവശങ്ങളിലും കോരിയിട്ട മണ്ണ് ഈ വെള്ളത്തിലേക്ക് വീഴുകയും അത് വലിയ രീതിയിൽ കുത്തിയൊലിച്ചൊരു മണ്ണൊലിപ്പ് എന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തതാണ് വലിയൊരു ഉരുൾപൊട്ടൽ എന്നൊരു ഭീതിയിലേക്ക് പോയത്. പക്ഷേ അത്തരത്തിലല്ല എന്നുള്ള കാര്യം പിന്നീട് ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ ഭരണകൂടം തന്നെ വിശദീകരിക്കുന്ന സാഹചര്യമുണ്ടായി. അതേസമയം തന്നെ ഈ പ്രദേശവാസികൾ വലിയ പ്രതിഷേധം ഉന്നയിച്ചു. കാരണം വലിയ ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് 200ഓളം തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന ആ തോട്ട മേഖലയിൽ പണിക്ക് പോയിരുന്നു. രാവിലെ അവർ പോയ സമയത്ത് മഴയിലായിരുന്നു. പക്ഷേ പിന്നീടാണ് മഴ ശക്തമായത്. അത് തൊഴിലാളികൾ അവിടെ കുടുങ്ങിയെ തുടർന്ന് ശക്തമായ പ്രതിഷേധം നടന്നു. പിന്നീട് തൊഴിലാളികളെ കൊണ്ടുവന്ന സമയത്തും അവർ പ്രതിഷേധം തുടർന്നു. കാരണം ഈ തൊഴിലാളികൾക്ക് ഈ ദുരന്ത
മേഖലയിൽ പോയി തൊഴിലെടുക്കേണ്ട ഒരു സാഹചര്യം വന്നത് സർക്കാർ ദിനപത്രം നിർത്തിയത് കൊണ്ടാണ്, സർക്കാർ മാസവാടക അവസാനിപ്പിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ദിനപത്രയും മാസവാടകയും പുനഃസ്ഥാപിക്കുന്ന ആവശ്യപ്പെട്ട് അവർ അവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചു. അവർ നിരവധി ആശയങ്ങൾ ഉന്നയിച്ചു. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും പോലും ഇവിടേക്ക് എത്തിയില്ല എന്നുള്ളതും അവർ ഉന്നയിച്ചു. കാരണം രാവിലെ 8 മണി 9 മണിയോടെ ഇവിടെ വെള്ളം കയറിയെങ്കിൽ പോലും ഉച്ചയ്ക്ക് ഇവിടെ അടുത്ത് മാത്രമാണ് വില്ലേജ് ഓഫീസർ അടക്കം തഹസിൽദാർ അടക്കം എത്തിയത്. ഇപ്പോൾ തഹസിൽദാർ വില്ലേജ് ഓഫീസറും അടക്കം ക്ഷമിക്കണം ഉദ്യോഗസ്ഥരടക്കം മറുവശത്ത് നിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ മന്ത്രി കെ രാജന് ശ്രദ്ധയിൽ വിഷയം പെടുത്തിയിട്ടുണ്ട്. അവിടെ ഒരു യോഗം നടത്തിയ ശേഷം തീരുമാനം അറിയിക്കാമെന്നാണ് ഇവിടെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും തഹസിൽദാറേയും മറ്റു ഉദ്യോഗസ്ഥരെയും ഈ ദിനപത്രയുടെയും മാസവാടകയുടെയും കാര്യത്തിൽ തീരുമാനമാകാതെ ഇപ്പുറത്തേക്ക് ബെയിലിപാലം കടത്തിവിടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പ്രതിഷേധക്കാരെല്ലാം ഈ പ്രദേശത്ത് ഈ ബെയിലിപാലത്തിന് മറുവശത്തായി ചൂരൽമല ടൗണിനോട് ചേർന്ന് തന്നെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒരു തീരുമാനമാകാതെ ഈ പ്രതിഷേധത്തിൽ നിന്ന് തങ്ങൾ പിൻവാങ്ങില്ല എന്നുള്ളതാണ് അവരിപ്പോൾ അറിയിക്കുന്നത്. എന്തായാലും സംഗീത, വലിയ ആശങ്കയാണ് പ്രദേശത്ത് നിലവിലുള്ളത്. അതിന് പ്രധാന കാരണം ഈ ഉരുൾപൊട്ടൽ എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ജൂലൈ 30-ന് ഉരുൾപൊട്ടിയതിന് പിന്നാലെയാണ് വീണ്ടും. ശരി ആഷിക, എന്തായാലും ഒരുപാട് ദുരിതം പേറിയ മനുഷ്യരാണ് അവിടെയുള്ളത്. അവർക്ക് പറയാനുള്ളത് ഒരുപാട് പ്രതിഷേധങ്ങളുടെ കാര്യങ്ങൾ തന്നെയാണ്. അവിടെ അധികാരികളുമായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും വയനാട്ടിൽ ശക്തമായ മഴ ഇടവിട്ട് തുടരുന്നുവെന്നാണ് ആഷിഖ് റഹ്മാൻ റിപ്പോർട്ട് ചെയ്തത്.